നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ മോർച്ചറിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ആര്യ രാജേന്ദ്രനെയും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന നേതാക്കളെയും ഭരണകൂടത്തെയും നമ്മൾ കണ്ടു. ഹരിത മനോഹര കേരളം എന്ന് കൊട്ടിഘോഷിക്കുകയും ആ കുളിരിൽ സ്വയം മുങ്ങിത്താഴുകയും ചെയ്തതിന്റെ ദുഃഖകരവും ഭയാനകവുമായ അനന്തരഫലമാണ് ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തം. മാലിന്യ കൂമ്പാരം നീക്കാനിറങ്ങിയ തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയിക്കുണ്ടായ ദുർവിധി നമ്മൾ പ്രചരിപ്പിക്കുന്ന പലതും കള്ളമാണെന്ന് കൂടിയാണ് വിളിച്ചു പറയുന്നത്. ലോകബാങ്കിന്റെയും ADBയുടെയും ഒക്കെ സഹായത്തോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു നാടിന്റെ തലസ്ഥാനത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് വേണ്ടത്. നഗരത്തിലെ മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും അവർ പിന്നീടത് ആവർത്തിക്കപ്പെടാത്ത വിധം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഭരണാധികാരികൾക്ക് കഴിയണം. 13 വർഷത്തിനിടയിൽ 12 കോടിയിലധികം രൂപ ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിന് മാത്രം ചെലവഴിച്ചിട്ടും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ തിരുവനന്തപുരം കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു പ്രദേശത്ത് ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥലമുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ ഇടപെടാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതും തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടില്ല എന്നോർക്കണം. 2015 ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകയായി മുന്നിലുണ്ടായിട്ടും ആ അധികാരങ്ങൾ ഒന്നും തുടർന്ന് ഉപയോഗിക്കാത്തത് ഭരിക്കുന്നവരുടെ വീഴ്ച തന്നെയാണ്. ദുരന്തമുണ്ടായപ്പോൾ പരസ്പരം പഴിചാരാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്ന് കോർപ്പറേഷൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ 3 തവണ കത്ത് നൽകിയിട്ടും റെയിൽവേ തങ്ങളുടെ അധീനതയിലുള്ള തോട്ടിലെ മാലിന്യം നീക്കാൻ ഇടപെട്ടില്ല എന്നാണ് അവരുടെ പരാതി. ഒടുവിൽ മഴ കനത്ത ദിവസം നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ചെത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ലാതെ 3 കരാർ തൊഴിലാളികളെ ഇറക്കിവിടുകയായിരുന്നു. എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കാര്യങ്ങളെ കാണുന്നത് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലൂടെ ഒഴുകുന്ന തുരങ്കത്തിൽ നിന്ന് 5 വർഷത്തിലൊരിക്കൽ മാലിന്യം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കാൻ റെയിൽവേക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അത് ചെയ്യാത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മാലിന്യങ്ങൾ ഓരോ വർഷവും നീക്കാനും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നിന്ന് ആരെയും തടഞ്ഞിട്ടില്ല എന്നാണ് റെയിൽവേയുടെ വക മറുപടി. 2015 കോഴിക്കോട് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച 2 അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോ ഡ്രൈവറായ നൌഷാദ് മരണത്തിന് കീഴടങ്ങിയത് നാടിനെ ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു. അത് അധികാരികൾക്ക് പാഠമായില്ല എന്നാണ് ഈ സംഭവം കൂടി തെളിയിക്കുന്നത്. ഇന്നും സംസ്ഥാനത്തെ നഗരസഭകളിൽ ഓടകളും മാൻഹോളുകളും മാലിന്യം നിറഞ്ഞ തോടുകളും വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളാണുള്ളത്. നാമമാത്രമായ കൂലിക്ക് വേണ്ടി അവർ ഈ മലിനജലം കുടിച്ചും വിഷവാതകം ശ്വസിച്ചും ജോലി ചെയ്യുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ ദുരന്തത്തിൽ സ്റ്റാർട്ടപ്പ് സംരംഭമായ ജെൻഡോബട്ടിക്സ് നിർമ്മിച്ച ബാൻഡിക്യൂട്ട് ദ്രാവകങ്ങളിലൂടെ നീന്തി ദൃശ്യങ്ങൾ പകർത്താൻ തയ്യാറാക്കിയ ഡ്രാക്കോ എന്ന റോബോട്ടുകളുടെ സഹായം വലുതു തന്നെയായിരുന്നു. അഗ്നിരക്ഷാസേന, NDRF തുടങ്ങിയ സേനകളുടെ പ്രയത്നവും ഇടതടവില്ലാതെ അവിടെയുണ്ടായി. എങ്കിലും മാനുഷികമായ ഇടപെടലിനപ്പുറം ദുർഘടമായ തുരങ്കങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും നമ്മുടെ സേനകൾക്ക് ലഭ്യമല്ല എന്നത് കാണുക തന്നെ ചെയ്യണം. ആറ്റിൽ കളയുക എന്ന ശീലം മലയാളി മാറ്റണം എന്നതുകൂടിയാണ് ആമയിഴഞ്ചാൻ തോട് ദുരന്തം നമ്മെ ഓർപ്പിപ്പിക്കുന്നത്. വഴിയരികിലും പൊതുജലാശയങ്ങളിലും മാലിന്യം തള്ളാതിരിക്കാനുള്ള പൗരബോധം നമ്മൾ ഓരോരുത്തരും ആർജിക്കണം. മാലിന്യമുക്ത കേരളം, വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനം, ഹരിതകർമ്മസേന എന്നിങ്ങനെ വിവിധ പേരുകളിൽ പല ഏജൻസികൾ വഴി ഖരമാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നുണ്ട്. വലിയൊരു വിഭാഗം മാലിന്യവും ഉറവിടത്തിൽ സംസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നഗരമധ്യത്തിലൂടെ ഇത്രയും മാലിന്യം ഒഴുകുമ്പോൾ ബന്ധപ്പെട്ട ഏജൻസികളും അവരെ നിരീക്ഷിക്കേണ്ടവരും എന്തു ചെയ്യുകയായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ട്. എന്ന് കിട്ടും നമുക്ക് ഇതിനൊക്കെ ഒരു കൃത്യമായ ഉത്തരം?